ഫ്രഷ് ആയിട്ടുള്ള ചോദ്യമാണ്, വളരെ ഫ്രഷ് ആണ്. ഉർവശി ഓർ മഞ്ജു വാര്യർ? പിന്നെ ശരത് രാംദാസിന്റെ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഇത് ശരത്തല്ല, ശരത് രാംദാസിന്റെ ചോദ്യം ഇതാണ്: മലയാള സിനിമയിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ക്രഷ് അടിച്ച നടി അല്ലെങ്കിൽ നടൻ? ഈ പുള്ളിക്ക് ശരിക്കും തന്നെ അറിയോ? ഇല്ല, അറിയില്ല. സിനിമയിലും ഞാൻ കണ്ടിട്ട് പോലില്ല. ഇപ്പൊ ലൊക്കേഷനുകൾ ഒരുപാട്. ചെറുപ്പത്തിൽ ക്രഷ് അടിച്ചാലും മതി. ഇല്ല, ക്രഷ് ആരോടും തോന്നിയിട്ടൊന്നുമില്ല. ക്രഷ് ക്രഷും തോന്നിയിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ ശോഭന മാം, ഭയങ്കര ഇഷ്ടമാണ് ശോഭന ചേച്ചിയുടെ. ഉർവശി ചേച്ചി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഉർവശി ചേച്ചിയിലൊക്കെ ഈ ഭയങ്കര സ്കില്ലല്ലേ. ഇപ്പൊ ഇത് ഈ സിനിമയിലോട്ട് വന്നതിന് ശേഷം ഈ ഫേവറേറ്റ് ആക്ടേഴ്സിനൊക്കെ കാണാൻ ഇടപഴകാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും ആയിട്ട്? ഇതിൽ വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ആര്യ ഇപ്പൊ പറയാ, ശിവജി, ഒരുപാട് പേരായിട്ട് ശിവജി ഗുരുവാർ സാറ്, വിനോദേട്ടൻ, പിന്നെ ആരാ ഒരുപാട്, അങ്ങനെ ജോജി ചേട്ടനെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അല്ലാതെ ലാലേട്ടനെ ലൂസിഫറിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അതിലൊക്കെ ഉണ്ട് ചെറിയ, അതായത് ആദ്യം മരിച്ചിട്ട് രാമദാസ് മരിച്ചിട്ട് മഞ്ജു ചേച്ചി വരുമല്ലോ, അപ്പൊ അതിന്റെ മറ്റേ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് ഓടുന്നുണ്ട്. ചെറിയ എനിക്കെന്റെ അമ്മയ്ക്ക് മാത്രം തിരിച്ചറിയില്ല. അങ്ങനെ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ലാലേട്ടനുണ്ട്, മമ്മൂട്ടി സാറാണ്, നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിൽ വന്നതിന് ശേഷം ഇല്ല. ഇനിയിപ്പോ ഇങ്ങനെ ആരാധിച്ചിരുന്ന ഭാഗത്തുനിന്ന് സ്വയം ഒരു ആരാധിക്കപ്പെടുന്ന ഒരാളായി മാറും എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഈ നടന്മാരെയൊക്കെ ആരാധിച്ചിരുന്ന ഒരു ആളാണല്ലോ, അപ്പൊ ആ ഇടത്തുനിന്ന് നമ്മളെ ആരാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ വളരാൻ പോവാണ്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ലൈക്ക് വളരുമെന്നൊക്കെ. ആക്ടിങ് പഠിക്കണം, ഞാൻ പറഞ്ഞില്ലേ, ആക്ടിങ് പഠിക്കണമെങ്കിൽ ആക്ട് തന്നെ ചെയ്യണം. അത് ആക്ട് ചെയ്യുമ്പോൾ നമ്മളതിൽ ഒരുപാട് സീനിയറായ ആൾക്കാരോട് ചെയ്യാൻ പറ്റിയ ഭയങ്കര ഭാഗ്യം. കാരണം പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. കാരണം അവരൊക്കെ പറഞ്ഞു തരുന്ന കാര്യങ്ങളും അവരോട് ഇടപെടുമ്പോൾ നമുക്ക് കുറെ കിട്ടും, തിരുത്തപ്പെടും നമ്മ. അവിടെ ഇങ്ങനെയല്ല അങ്ങനെ. പിന്നെ നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്യുമ്പോൾ അവർ പറയുന്നത് അതാ മറ്റേത് ചെയ്താണ്, ഇങ്ങനെയാണ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ അവസരം കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന. ഇതെങ്ങനെ പഠിക്കുക, അതിനെ പറ്റി മാത്രമേ ഫോക്കസ് ഉള്ളൂ. അങ്ങനെ സംഭവം ഒന്നുമില്ല. കട്ടപ്പടുത്ത മാത്രമേ ഞങ്ങളിപ്പോ കാണണം എന്ന് പറയുകയാണെങ്കിൽ എന്ത് കാരണം കൊണ്ട് കാണണം? 2 വാക്കി പറഞ്ഞ എന്ത് കാരണം കൊണ്ട് ഞങ്ങളെ പടം കാണണം?